ഈശോയുടെ പീഡാനുഭവത്തെ പറ്റി ഒന്ന് ചിന്തിച്ചാലോ? നമ്മളെല്ലാവരും ഇങ്ങനെ ഈശോയെ സ്നേഹിക്കുകയും ഇങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന കുറേയൊക്കെ മനുഷ്യരൊക്കെ ഇല്ലേ? അപ്പം നമ്മൾ പക്ഷേ ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ച് ഡെപ്തിൽ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പം ഞാനിങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ തേടിപ്പോയപ്പോഴേ ഈ ഈശോ ഇങ്ങനെ ഹംഗറിയിലെ വിശുദ്ധ എലിസബത്ത് മെറ്റൽഡയ്ക്കും പിന്നെ നമ്മുടെ വിശുദ്ധ ബ്രിജിത്താമ്മയ്ക്കൊക്കെ ഇങ്ങനെ ഈശോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഈശോയുടെ പീഡാനുഭവത്തെ പറ്റിയേ. അപ്പം അതിനകത്ത് ഈശോ ഇങ്ങനെ ഈ ബ്രിജിത്താമ്മയുടെ ഒക്കെ ഈശോ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ്. കുഞ്ഞു ഇൻഫർമേഷൻ അതിങ്ങനെ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കണേ. ഈശോയെ ബന്ധനസ്ഥനാക്കാൻ വന്നല്ലോ 150 പടയാളികളായിരുന്നേ ആ ഒരു സമയത്ത് ബന്ധനസ്ഥനാക്കാൻ. എന്നിട്ട് അതിൽ 23 പേര് ചേർന്നിട്ട് ഈശോയെ ബന്ധിക്കുന്നത്. എന്നിട്ട് 83 പേര് ഈശോയുടെ നീതി നടപ്പാക്കുന്നതിന് അവിടെ ഉണ്ടായിരുന്നു. ഒറ്റ മനുഷ്യനാണ് ഓർക്കണേ, ഒരു ഒറ്റ മനുഷ്യൻ്റെ ചുറ്റും നിന്നുകൊണ്ട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കാണിക്കുന്നത്. അതിൽ ഈശോയുടെ 150 പ്രാവശ്യം ഈശോയുടെ തലയിൽ അവർ അടിച്ചു. അതിൽ 80 തവണ ഈശോയുടെ തോളിൽ അവർ ചവിട്ടി. ഒന്ന് ആലോചിച്ച് നോക്കണേ. പിന്നെ ഈശോയുടെ മുഖത്ത് എത്ര തവണ അവർ തുപ്പി എന്നറിയാം. 180 പ്രാവശ്യം ഈശോയുടെ മുഖത്ത് അവർ തുപ്പി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഈ കുഞ്ഞു മുടിയാന്ന് പിടിച്ച് നോക്കിയേ, വേനല്ലേ ഇങ്ങനെ നമുക്കിങ്ങനെ ഇച്ചിരി ശക്തിയായിട്ട് പിടിച്ച് വലിക്കാൻ പറ്റുമോ? ഇച്ചിരി ശക്തിയായിട്ട് പിടിച്ചത് ചന്നാൽ ഭയങ്കര വേനല്ലേ. നിങ്ങൾക്കറിയാമോ ഈശോയുടെ താടി മീശയില്ലേ അവർ 23 പ്രാവശ്യം പടയാളികൾ ഇങ്ങനെ വലിച്ചെടുത്തേ. പിന്നെ ഈശോയ്ക്ക് ഒരു കുഞ്ഞടി കിട്ടിയാൽ നമുക്ക് അല്ലേ, നമ്മുടെ അമ്മമാരുടെ നിന്നാണെങ്കിലും ഇങ്ങനെ ഒരു കുഞ്ഞടി കിട്ടിയപ്പോൾ നമുക്ക് വേറെ നമ്മളെപ്പോഴേ അവിടെ ബഹളം വെക്കും. ഈശോയ്ക്ക് എത്ര അടി കിട്ടിയെന്നറിയാമോ? 5450 അടി ഈശോയുടെ ശരീരത്തിൽ നമുക്ക് വേണ്ടിയിട്ട് കൊണ്ടു. അതാണ് ഈശോയെ അന്നേരം 5450 അടി അങ്ങനെ ഈശോയുടെ അതിൽ 110 അടികൾ ഈശോയുടെ തലയിൽ തന്നെയാണ് ഈശോയെ കൊണ്ടത്. ഈശോയുടെ തലയിലെ മുൾമുടിയുടെ എണ്ണം എത്രയാണെന്നറിയാമോ? 72 മുൾമുടികളുണ്ടായിരുന്നു ഈശോയ്ക്ക്, മുള്ളുകളുണ്ടായിരുന്നു. അതിൽ 3 എണ്ണം ഈശോയുടെ ശിരസിൽ തന്നെ ആഴ്ന്നിറങ്ങി. അതുപോലെ തന്നെ ഈശോയെ ഇങ്ങനെ പരിഹാസ രാജാവാക്കാൻ വേണ്ടി, അതായത് ഈശോയെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് അവർ എന്നാ ചെയ്തെന്ന് വെച്ചാൽ ഒരു ചുമന്ന വേണമെങ്കിൽ ധരിച്ചു. ഈശോയുടെ ആ ശരീരത്തിൽ എത്ര മുറിവുകളുണ്ടായിരുന്നു അറിയാം? 1008 മുറിവുകളുണ്ടായിരുന്നേ. 608 പടയാളികൾ ചേർന്നിട്ട് ഈശോയെ കാൽവരിയിലേക്ക് നയിച്ചത്. ഈശോ നമുക്ക് വേണ്ടി എത്ര തുള്ളി രക്തം ചിന്തിയെന്നറിയാമോ? 28430 രക്തത്തുള്ളികൾ ഈശോ നമുക്ക് വേണ്ടിയിട്ട് ചിന്തി. നമുക്കൊന്ന് കണ്ണടയ്ക്കാവേ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാവേ. ഈശോയെ അപ്പാ, ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ച ഓരോ പീഡാനുഭവത്തെ ഞങ്ങൾ ധ്യാനിക്കണേ അപ്പാ. ഇനിയിപ്പോൾ ഞങ്ങൾ ഒരു കുഞ്ഞ് തെറ്റ് ചെയ്യുമ്പോഴും അപ്പാ അപ്പനെ വേദനിപ്പിക്കാതെ അപ്പനെ സ്നേഹിക്കാനായിട്ടുള്ളൊരു കൃപ ഞങ്ങൾക്ക് തരണേ. വിശുദ്ധമേ, നമ്മുടെ വിശുദ്ധവാനിലേക്ക് ഈ ഒരു നിയോഗത്തെ സംഭവിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവിനോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു, ഒരു തരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ വന്ന സമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കുന്നു. ആമേൻ. ശിവശേഖി സ്തുതിയായിരിക്കട്ടെ.